നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നിരവധി ഇൻസ്റ്റന്റ് പേയ്സ് ലോൺ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നമുക്ക് സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളോടോ ഒക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പൈസ ചോദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ രക്ഷകനായിട്ട് പലപ്പോഴും എത്താറുള്ളത് ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് പേയ്സ് ലോൺ ആപ്ലിക്കേഷനുകളാണ്. നമ്മൾ എടുക്കുന്ന ഇൻസ്റ്റന്റ് പേയ്സ് ലോൺ ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല റിവ്യൂ ഉള്ളതുമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്ന വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരത്തില്ല. നമുക്കറിയാം നിരവധി ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനുകളുടെ പരസ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ പേറുപ്പിക്ക എന്ന ഇൻസ്റ്റന്റ് പേയ്സ് ലോൺ ആപ്ലിക്കേഷന്റെ വായ്പ പലരും അപേക്ഷിക്കാറുണ്ട്. ഈ പേറുപ്പിക്ക എന്ന ഇൻസ്റ്റന്റ് പേയ്സ് ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടും മറ്റ് ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തവരും വായ്പ എടുക്കാൻ പോകുന്നവരും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പേറുപ്പിക്ക എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാവുള്ളൂ. കാരണം ഇതിൽ നിന്ന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളെ ലൈവായിട്ട് ഞാൻ അത് കാണിക്കും. ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മിസ് അയച്ചാനുള്ള മറുപടി നൽകുന്നതാണ്. എൻ്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഓൾറെഡി പേറുപ്പിക്ക എന്ന ഇൻസ്റ്റന്റ് പേയ്സ് ലോൺ ആപ്ലിക്കേഷൻ ഞാൻ ലോൺ എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ എനിക്ക് പുതിയൊരു അപ്ഡേറ്റ് ആണ് അവർ തന്നിരിക്കുന്നത്. ആ അപ്ഡേറ്റിൽ നമുക്കുണ്ടാകുന്ന ചതിക്കുഴികളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലോൺ എമൗണ്ട് ചേഞ്ച് ക്ലിക്ക് ഫോർ അപ്ഡേറ്റ്. ഞാൻ ഓൾറെഡി എടുത്ത ലോൺ കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ച് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ഡേറ്റ് എമൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം പ്രിപ്പയറിംഗ് ലോൺ എമൗണ്ട്. ഇവിടെ ഓൾറെഡി ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവർ ഒന്നും കൂടെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിബിൽ സ്കോർ കുറഞ്ഞവർക്കും ഈ ലോൺ ലഭിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇതിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് കൊടുത്ത ഡേറ്റാസ് എല്ലാം അവർ വെരിഫൈ ചെയ്ത് അപ്പോൾ ഞാൻ എടുത്ത വായ്പ കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർ എനിക്കൊരു ലോൺ ഓഫർ തന്നിട്ടുണ്ട്. ഇവിടെ ലോൺ ഓഫർ 30,000 രൂപയാണ് തന്നിരിക്കുന്നത്. 1000-നും 30,000-നും ഇടയിലുള്ള ഒരു ലോൺ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ താഴെ കാണാം ലോൺ കൂപ്പണ് റിസീവ്ഡ് എമൗണ്ട്. അതായത് 30,000 രൂപ നമുക്ക് ലോൺ പാസ്സായെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന തുക എന്ന് പറയുന്നത് 28,230 രൂപയാണ്. അതായത് ഡോക്യുമെന്റ് ഫീസായിട്ട് 1,500 രൂപയും GST 270 രൂപയും കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന തുക 28,230 രൂപ മാത്രമാണ്. അതിന്റെ താഴെ നിങ്ങൾക്ക് റീപേയ്മെന്റ് പ്ലാൻ എന്നൊരു ഓപ്ഷൻ കാണാം. ആ റീപേയ്മെന്റ് പ്ലാൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ വലിയൊരു ബാധ്യത നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റീപേയ്മെന്റ് പ്ലാൻ ഉള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ഇൻസ്റ്റാൾമെന്റാണ് നമുക്ക് പേയ്മെന്റ് നടത്തുന്നത്. ഈ 30,000 രൂപയ്ക്ക് നമുക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ലഭ്യമാകുകയുള്ളൂ. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് May 9, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് May 23. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കേണ്ടത് 18,084 രൂപയും രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് 17,958 രൂപയാണ്. പോസ്റ്റ് ഫീ ചാർജ്, ഇൻട്രസ്റ്റ്, GST, ടെക് ഫീ 1,200. ഇങ്ങനെ വലിയ ഒരു എക്സ്ട്രാ ചാർജുകളാണ് ഇവർ നമ്മളിൽ നിന്ന് ഈടാക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ തന്നെ 3,084 രൂപയാണ് നമ്മൾ എക്സ്ട്രാ അവർക്ക് അടയ്ക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടത് 2,958 രൂപയാണ് എക്സ്ട്രാ അടയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ തിരിച്ചടവ് കാലാവധിയും വളരെ കുറവാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. അതായത് മൊത്തം 14 ദിവസമേ നമുക്ക് ഇവിടെ തിരിച്ചടവ് കാലാവധി ലഭ്യമാകുന്നുള്ളൂ. 14 ദിവസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ്. ഈ 14 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചടക്കേണ്ടത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് 30,000 രൂപ നമ്മൾക്ക് ലോൺ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ലോൺ പാസ് ആകുമ്പോൾ 28,000 സംതിങ് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. എന്നാൽ നമ്മൾ മൊത്തം തിരിച്ചടക്കേണ്ടത് 18,084 പ്ലസ് 17,958, അതായത് 36,012 രൂപയാണ് നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടത്. 14 ദിവസം കൊണ്ട് 28,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ 14 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചടക്കേണ്ടത് 36,012 രൂപ. ഇത് കൊള്ളപ്പലിശ എന്നല്ല പറയുന്നത്, കഴുത്തറപ്പെന്നാണ് നമ്മൾ പറയുന്നത്. വേറെ ഒരു ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനുകളിലും ഇത്ര പ്രോസസ്സിംഗ് ഫീസോ ഇൻട്രസ്റ്റോ അവർ ഈടാക്കുന്നില്ല. ഒന്ന് ഓർത്ത് വയ്ക്കുക, 14 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചടക്കേണ്ടത് 7,762 രൂപ അധികമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. പലിശയുടെയും പ്രോസസ്സിംഗ് ഫീസ് ഇനത്തിലും അടയ്ക്കേണ്ടത്. അപ്പം മറ്റ് ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനിലൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം RBI അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ്, ഇതൊക്കെ നമ്മളൊരു 30,000 രൂപ എടുത്ത് 6 മാസം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ ലോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മിസ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റിൽ പോസ്റ്റ് ഇട്ടാൽ ഞാനുള്ള മറുപടി നൽകുന്നതാണ്.